എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പനി മാറിയിക്കില്ല മക്കളെ, സൗണ്ടല്ല ഇപ്പോൾ നോക്കുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പടച്ചോനാരെയും വരുത്തത്തിലും മുടക്കത്തിലൊന്നും ആക്കാണ്ടിരിക്കട്ടെ. ഇന്നലെ വരെ ഒന്നുമില്ല, ഒരു പാഞ്ഞു വരുമ്പോലെ വന്നെന്നെല്ലാം പറയുന്നൊക്കെ എന്നതുപോലെയാണ് എനിക്ക് പനി വന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പനി, ജലദോഷം എല്ലാവർക്കും. സമ്പർക്കം പുലർത്തിയ പോലെ എല്ലാം കൊറോണ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യലില്ല, അതുപോലെ ഈ പനി വന്ന് എൻ്റെ കൈമണത്തേക്ക് മോക്ക് വന്ന് എല്ലാവരെയും മൊത്തത്തിൽ അങ്ങ് അടക്കി പെറുക്കി കൊണ്ടേക്ക്. ഈ കഞ്ഞി എന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ടുകൂടാത്തൊരു. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിൽ മുട്ട ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ അതെടുത്ത് പുഴുങ്ങിയാൽ കഞ്ഞി അങ്ങനെയെങ്കിലും കുടിക്കണ്ടേ. അങ്ങനെ ആ മുട്ടയിലും പുഴുങ്ങി നോക്കിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ബേജാറുണ്ട്. കഫം കെട്ടി നല്ലോണം. പക്ഷേങ്കിൽ എനിക്ക് പുരയിലെ ആവി ശരിയാവില്ല. പുരയിലെ ആവി പിടിച്ചാൽ ഉള്ളയിൽ കഫം കെട്ടും. ഡോക്ടർ അങ്ങനെ 2-3 പ്രാവശ്യം ആവി പിടിച്ച വകയിൽ കഫം കെട്ടിയിട്ട് ഡോക്ടർക്ക് ഇങ്ങനെ നെഞ്ഞത്ത് കഫം കെട്ടു, തലയിൽ കഫം കെട്ടു. നമ്മൾ ആവി പിടിക്കല്ലോ, അത് പിന്നെയും ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ ഡോക്ടർ പറഞ്ഞിക്ക് ഇനി ഒരിക്കലും പുരയിന്ന് പിടിക്കാൻ നിൽക്കണ്ട, ഹോസ്പിറ്റലിൽ വന്നിട്ട് മറ്റേ മിഷ്യന് വെച്ചിട്ട് റെഡിയാക്കാം. അതിനും പോകാനാകുന്നില്ല, കയ്യല, പുരയിന്ന് ഇറങ്ങാൻ കയ്യല. പിന്നെ നല്ലോണം കഫമുണ്ട്. പിന്നെ കുറച്ച് മുന്നേ ബേജാറായിപ്പോയി. ഒരു നിലക്കും താഴോട്ടെടുത്ത ശ്വാസം മേലോട്ടേക്ക് എടുക്കാനാകുന്നില്ല. ഞാൻ വിചാരിച്ച് കഴിഞ്ഞോടിപ്പോയിക്കും, ഇത്രയൊക്കെ നമ്മളുള്ളൂ. എന്നിട്ടാണ് നമുക്കിങ്ങനെ അഹങ്കാരം. ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് തന്നെ കൊല്ലം കൊണ്ടുപോകുമ്പോലെ. പിന്നെ തീരെ കിടന്നാൽ മക്കൾക്കൊരാക്കുണ്ടാവില്ലല്ലോ. അങ്ങനെ മനയില്ല മനസ്സോടെ പോയി കാണിച്ചതാണ്. ഉമ്മാൻ്റെ 2 ഗുളികയെല്ലാം കുടിച്ച് എല്ലാം ഒപ്പിക്കാമെന്ന് വിചാരിച്ച മക്കൾ വിട്ടില്ല. കാണിക്കണം, നിർബന്ധം ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊണ്ടുപോയിട്ട് കാണിച്ച. റെഡി ആയിക്കൊന്നുമില്ല, വെറുതെ ഹോസ്പിറ്റലിൽ ഫീസ് കൊണ്ട് കൊടുത്തിട്ട്. ഗവൺമെൻറ്റിലൊന്നിട്ട് പോയി കുത്തിരിക്കാനാവായിട്ട് പ്രൈവറ്റിൽ തന്നെ കാണിക്കുകയും ചെയ്തു. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. അല്ലാണ്ട് ഇപ്പം എന്താക്കാനാ? പഠിച്ചോൻ തരുന്നതെല്ലാം 2 കൈയും കൂട്ടി സ്വീകരിക്കുക. പഠിച്ചവനെ ഇടങ്ങാറിലും ബുദ്ധിമുട്ടിലൊന്നും ആക്കരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ മാറാ രോഗം, അപകടം അങ്ങനത്തെ ഒന്നും തരാണ്ടിരിക്കട്ടെ. പെട്ടെന്നുള്ള മരണം, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചോൻ പെട്ടാണ്ടിരിക്കട്ടെ. നമ്മളെ കുടുംബത്തിന്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.